രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CPM വിമത നടത്തുന്ന കൺവെൻഷൻ ഇന്നാണ്. കൺവെൻഷൻ PK ശശി ഉദ്ഘാടനം ചെയ്യുമെന്ന് M സതീഷ് അറിയിച്ച പശ്ചാത്തലമുണ്ട്. PK ശശിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൺവെൻഷൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ശശി UDFിന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒറ്റപ്പാലത്ത് പിന്തുണ നൽകും. അതാണോ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഫോർമുല? രഞ്ജിത്ത്, PK ശശി അല്പസമയത്തിനകം പാലക്കാട് CPM കമ്മ്യൂണിസ്റ്റ് വിമതർ നടത്തുന്ന ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കും. ഈ ഒരു കൺവെൻഷനിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഇതിനെതിരെ നിലപാട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നിലപാടെടുത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. PK ശശിക്കെതിരെ കാലങ്ങളായിട്ട് ഒറ്റപ്പാലം മണ്ണാർക്കാട് മേഖലയിൽ പ്രവർത്തിച്ചവർ ഒരു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ അല്പം പ്രായോഗികമായിട്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അത്ര എളുപ്പമാവുന്ന കാര്യമല്ല. പക്ഷേ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അത് കേവലം പാലക്കാട് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ പല മണ്ഡലങ്ങളിലും ഫലം നിർണ്ണയിക്കാൻ സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള തരത്തിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിമതരുടെ കൂട്ടായ്മ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ 1-2 മണ്ഡലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അവരുടെ കൂട്ടായ്മ എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മുന്നണിയിലേക്ക് PK ശശി വരുന്നു എന്നുള്ളതും രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പാലക്കാട് ജില്ലയിലെ മാത്രമായിട്ടൊരു രാഷ്ട്രീയം കാണുന്നതിനപ്പുറം സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ ഏറ്റവും അവസാനമായി G സുധാകരൻ്റെ നിലപാട് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ അതൃപ്തരുടെ ഒരു കൂട്ടായ്മ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൃപ്തരുടെ കൂട്ടായ്മയായിട്ട് ഇത് മാറുന്നു, ഇത് വളരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മറ്റ് കൂടുതൽ നേതാക്കൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇതിൽ ഇന്നത്തെ ദിവസം ഈ ഒരു കൂട്ടായ്മയുടെ പ്രഖ്യാപനം എന്നതിനപ്പുറം PK ശശി ഇതിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തോട് പലതവണ മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രതികരണങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം എവിടെയാണെന്നും ഇപ്പോൾ വ്യക്തമല്ല. അദ്ദേഹം ഇന്ന് പരിപാടിക്ക് എത്തുമെന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ മാധ്യമപ്രവർത്തകരോടൊക്കെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതവണ മുൻപ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പാർട്ടിക്കെതിരെ അത് തുറന്നടിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമോ, താൻ എന്ത് കാരണത്താൽ പാർട്ടി വിടുന്നു എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഉണ്ടാകുമോ, അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തെല്ലാമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും 10 മണിക്ക് ശേഷം പാലക്കാട് ശ്രീ പാർവതി കല്യാണ മണ്ഡപത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് PK ശശി എത്തിച്ചേരും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ ഈ PK ശശിയുമായി ബന്ധപ്പെടാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നാണല്ലേ? PK ശശി ആരുമായും സംസാരിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം UDF നേതൃത്വത്തിനും താല്പര്യമുണ്ട് ശശിയെ ഇവിടെ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ എന്നാണല്ലോ. ശശി നല്ലൊരു ക്യാച്ചാണ്. പാലക്കാട് നമുക്കറിയാം പലതരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. CPMന് കോൺഗ്രസിനും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ശശി വരുമ്പോൾ ഇപ്പോഴുള്ള പാളിച്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് പാലക്കാട്ട് കുറച്ചുകൂടി ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാവുന്ന ആത്മവിശ്വാസമൊക്കെ UDFനുമുണ്ട്. രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാത്ത് PK ശശിയെ കാത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് അറിയില്ല. പല മേഖലകൾ പലയിടത്താണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് തന്നെ അക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. രണ്ടാമതായി രഞ്ജിത്ത് ചോദിച്ച കാര്യം, PK ശശി വരുന്നതോടെ ഇവിടെ കോൺഗ്രസിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇതിൽ വലിയ ഒരു എതിർപ്പ് കൂടി ഇതിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റപ്പാലത്ത് അദ്ദേഹം മത്സരിക്കുന്നതിലേക്ക് കോൺഗ്രസിലെ എതിർപ്പ്, അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ്. PK ശശിയും സമാനമായ ഒരു ആക്ഷേപത്തിൽ നടപടി നേരിട്ടയാളാണ്. അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ ആരോപണ വിധേയനായ ഒരാളെ കൂടി UDF ഒപ്പം കൂട്ടുമ്പോൾ, കോൺഗ്രസ് ഒപ്പം കൂട്ടുമ്പോൾ ഒരുപക്ഷെ അത് ഇടതുപക്ഷം വലിയ ആയുധമാക്കി കൊണ്ടുവരുമോ? ഇതുവരെ സംരക്ഷിച്ചിരുന്ന ഇടതുപക്ഷം ഈ ഒരു ഘട്ടത്തിൽ ശശിക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും? ഒപ്പം തന്നെ BJPയുടെ നിലപാട് ഇതിലെന്താകും?
രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് UDF ഇതിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ശശി വരുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, പാലക്കാട് ജില്ലയിൽ എല്ലായിടത്തും അണികളുള്ള കൃത്യമായ സംഘബലമുള്ള ഒരു നേതാവ് UDFിലേക്ക് വരുമ്പോൾ, UDFിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വീണ്ടും രാഷ്ട്രീയമായിട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനുമോദ്, അവിടെ ശശി അടക്കമുള്ള CPM വിമതരുടെ കൺവെൻഷൻ നടക്കുന്ന സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.